ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓറഞ്ച് കുൽഫിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുൽഫിയാണ് കേട്ടോ ഇത് നമ്മൾ മോൾഡൊന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു 20 ബദാം എടുത്തിട്ടുണ്ട്. അതൊരു മിക്സർ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഏലക്കായുടെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഒരു ഏലക്കായുടെ കുരുവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായി ഇതൊന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ ബദാമും ഏലക്കായും കൂടി പൊടിച്ചെടുത്തിട്ടുള്ള പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം 1 ലിറ്റർ പാലെടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളത് തിളപ്പിക്കാനായിട്ട്. പാലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പാല് പകുതിയായി ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ബദാമിൻ്റെ ആ ഒരു മിക്സ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണം. അങ്ങനെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് വറ്റിച്ച് 400 ml ആക്കി മാറ്റണം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 2-3 ഡ്രോപ്പോളം ഓറഞ്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് നന്നായി ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ പാലൊന്ന് കുറുകി ഇതുപോലെ ഇങ്ങനെ നല്ലൊരു ചെറുതായൊരു തിക്നെസ് ഇങ്ങനെ വന്നു തുടങ്ങും. നമ്മുടെ പാലിനെ സൈഡ് ഭാഗത്തൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് വന്നു തുടങ്ങും. അപ്പോൾ നമ്മുടെ പാല് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഒരു 400 ml ആവുന്ന വരെ നമുക്കിത് വറ്റിച്ചെടുക്കണം. നമ്മൾ ഇളക്കി കൊടുക്കുന്ന കയ്യിൽ നമ്മൾ ജസ്റ്റ് വിരൽ കൊണ്ടൊന്നിങ്ങനെ വരയ്ക്കുമ്പോൾ അതിങ്ങനെ വിട്ട് വരുന്ന ഒരു പാകം, ആ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ പാല് റെഡിയാക്കി എടുക്കാനായിട്ട്, കുറുക്കി എടുക്കാനായിട്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ ചൂടാറാനായിട്ട് നമുക്കിത് മാറ്റി വയ്ക്കണം. അങ്ങനെ നമ്മുടെ മിക്സ് ഇവിടെ നന്നായി ചൂടാറിയിട്ടുണ്ട്. നല്ലതുപോലെ ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ചെറിയൊരു ചൂടൊന്നും പാടില്ല, നന്നായിട്ട് ചൂടാറി വരണം. അപ്പോൾ നന്നായി ചൂടാറി വരുമ്പോൾ ചെറിയൊരു തിക്നെസ് അതിന് കൂടുതലായിട്ട് വരും. നമ്മൾ ആദ്യം ചൂടാറാൻ വെക്കുന്ന ആ ഒരു തിക്നെസ് അല്ല, ഒന്നും കൂടി തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി അടിച്ചെടുക്കാം. അപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള കുൽഫിയുടെ മിക്സ് നമുക്ക് കിട്ടും. കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ടാണ് നമുക്ക് ഈ ഒരു മിക്സ് കിട്ടിയിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല ക്രീമി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അതോടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം 3 ഓറഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാ ഓറഞ്ച് പോലുള്ള കുറച്ച് കട്ടിയുള്ള തൊലിയോട് കൂടിയിട്ടുള്ള ഓറഞ്ചാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഇതുപോലെ ചെറുതായി ഒന്ന് മുകൾ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം അതിനുള്ളിലുള്ള ഓറഞ്ചിൻ്റെ അല്ലിയെല്ലാം ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ പതിയെ നമുക്കതൊന്ന് ഇങ്ങനെ ചുരണ്ടി എടുക്കാം. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഓറഞ്ചിൻ്റെ തൊലി മുറിഞ്ഞു പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഓറഞ്ചിൻ്റെ ആ ഒരു അല്ലിയൊക്കെ എടുത്ത് മാറ്റണം. അങ്ങനെ 3 മോൾഡ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് മാറ്റിയിട്ടുള്ള ഓറഞ്ചിൻ്റെ അല്ലിയെല്ലാം കൈ വെച്ച് നന്നായി ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കണം കേട്ടോ. അപ്പോൾ മിക്സിയിൽ അടിക്കുമ്പോൾ ചെറുതായ ഒരു കനപ്പ് ടേസ്റ്റ് ചിലപ്പോൾ നമ്മുടെ ഓറഞ്ച് ജ്യൂസിന് വരും. അതുകൊണ്ടാണ് കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഒരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി ഈ പിഴിഞ്ഞെടുത്തിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കുൽഫിയുടെ മിക്സിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓറഞ്ച് ജ്യൂസ് ചേർക്കുമ്പോൾ മിക്സ് എപ്പോഴും നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് കയ്പ്പ് വരും കേട്ടോ നമ്മുടെ മിക്സിന്. ഓറഞ്ച് ജ്യൂസ് ചേർക്കുമ്പോൾ നമ്മുടെ മിക്സ് നന്നായിട്ട് തണുത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ മിക്സ് അവിടെ കുൽഫിയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഓറഞ്ച് കുൽഫിയുടെ മിക്സ് നല്ല ഓറഞ്ചിൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ടുള്ള അടിപൊളി മിക്സാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ഒരു സ്മൂത്തി പോലൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഓറഞ്ച് ജ്യൂസ് ചേർത്തിട്ട് ഒന്ന് തണുപ്പിച്ച് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മോൾഡിലോട്ട് ഈ ഒരു കുൽഫിയുടെ മിക്സ് ഒഴിച്ച് വെച്ചിട്ട് ഫ്രീസറിലേക്ക് വെച്ച് എനിക്കിവിടെ ഒരു 17 മണിക്കൂറോളം വേണ്ടി വന്നതൊന്ന് സെറ്റായി കിട്ടാനായിട്ട്. അത് ഓരോരുത്തരുടെയും ഫ്രീസറിൻ്റെ തണുവിനനുസരിച്ചിട്ട് ടൈം കൂടുതലും കുറവൊക്കെ വരാം. നല്ല തണുവുള്ള ഫ്രീസറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10-12 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും സെറ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ കുൽഫി അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള കുൽഫിയാണ് ഇത്. നമുക്ക് ഒരു സ്പൂൺ വെച്ച് കോരി കഴിക്കണമെന്നുണ്ടെങ്കിൽ കോരി കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്തിട്ടായാലും സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.